ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ നീറ്റിലും ബോർഡ് എക്സാമിലും ഒക്കെ അടിപൊളി സ്കോറൊക്കെ വാങ്ങുന്ന നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒരു വർഷമാവട്ടെ 2025. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് ടെൻഷനുള്ള ഒരു പീരീഡിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. കാരണം നിങ്ങളുടെ പ്രീ ബോർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്, അപ്പോൾ ബോർഡ് എക്സാം വരാൻ പോവാണ്. അതിന് ശേഷമാണ് നിങ്ങൾക്ക് നീറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, നീറ്റ് മാത്രം എഴുതുന്നവർക്കൊക്കെ എന്ത് സുഖം, അവർക്ക് നീറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് എക്സ്ക്ലൂസീവായിട്ട് അതിനുവേണ്ടി മാത്രം പഠിച്ചാൽ മതിയല്ലോ. പക്ഷെ ഞങ്ങളങ്ങനെ അല്ലല്ലോ. ഞങ്ങൾക്ക് പ്രീ ബോർഡ്സ് ഉണ്ട്, ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്, പിന്നെ ഇതാ ഫൈനൽ മോഡൽ എക്സാംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോർഡ് എക്സാം വരുന്നു, അതിൻ്റെ പ്രാക്ടിക്കൽ വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യം. അതിൻ്റെ ഇടയ്ക്ക് കുറേ റെക്കോർഡ്, ഇത് സബ്മിഷൻസ് കാര്യങ്ങളുണ്ട്, സ്കൂളിൻ്റെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് നീറ്റിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ, അല്ലേ? അത് നിങ്ങൾക്ക് ഒന്നിലല്ല, നിങ്ങൾ ഇപ്പോൾ മൾട്ടി ടാസ്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കണ്ടടാ. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഓവർ തിങ്ക് ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ നമ്മൾ കാമാക്കുക. ആൻഡ് നമുക്ക് നല്ല ഒരു ചെറിയ പ്ലാനൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവാം. എവറിത്തിങ് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ഓക്കെ. അപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന മക്കൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ക്ലാസ് 12ലെ മാർക്ക്, നിങ്ങളുടെ ബോർഡ് എക്സാമിലെ നിങ്ങളുടെ മാർക്ക്, ഇത് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനും കേൾപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ A+ഉം അല്ലെങ്കിൽ 98%, 99% മാർക്കും ഒക്കെ നിങ്ങളുടെ ലൈഫിലെ എന്താ പറയുക, ഒരു അഡീഷണൽ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാം, അല്ലേ? അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്ഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോളേജിലേക്കുള്ള അഡ്മിഷനോ ഒന്നും വാങ്ങി തരുന്നില്ല. നിങ്ങളുടെ മോഡൽ എക്സാമിലെയും നിങ്ങളുടെ പബ്ലിക് എക്സാമിലെയും ഒന്നും മാർക്ക് നിങ്ങളുടെ പേരൻസിനോട് തന്നെ ചോദിച്ചു നോക്കുക. അവരൊരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ ആരെങ്കിലും അവരോട് ക്ലാസ് 10ൽ നിങ്ങൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ലേ, അല്ലെങ്കിൽ +2ൽ നിങ്ങൾക്ക് ഫുൾ A+ അല്ലായിരുന്നോ, അതുകൊണ്ട് നിങ്ങൾ ഈ ജോലി എടുത്തോ എന്നും പറഞ്ഞിട്ട് നോ ബഡി വിൽ ഗിവ് യു എ ജോബ്. അപ്പം അതൊക്കെ നിങ്ങൾക്കൊരു ജോലി തരുന്നത് അതൊക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുമാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും, അല്ലേ? നിങ്ങൾക്ക് നല്ല നല്ല സാലറീസ് കിട്ടുന്നതും ഒക്കെ. അപ്പോൾ മക്കൾ ഒരേ ഒരു കാര്യം ഓർക്കുക, ഞാൻ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? എൻ്റെ ലൈഫിൽ എനിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, നല്ലൊരു ജോബിലേക്ക് കയറാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നീറ്റ് പോലെയുള്ള ഈ എക്സാമാണ്. നീറ്റ് എക്സാം ഞാൻ നല്ല സ്കോർ വാങ്ങിച്ച് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വർഷം ലാഭിക്കാം, അല്ലേ? അതിനോടൊപ്പം തന്നെ എനിക്ക് പ്രൊഫഷണൽ കോളേജിൽ എൻ്റെ MBBS ഡിഗ്രിക്ക് കയറാം. അപ്പോൾ നിങ്ങളിപ്പം പഠിച്ച് 16 or 17 ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 5 ഇയേഴ്സ് ഫ്രം നൗ ഓൺ, അല്ലേ? ഒരു 22 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ആ ഫസ്റ്റ് കടമ തന്നെ കഴിഞ്ഞു, അല്ലേ? ലൈഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രി എന്നുള്ള സ്റ്റേജ് നിങ്ങൾക്ക് കിട്ടി, MBBS കഴിഞ്ഞു. അതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാലോ, അല്ലേ? നിങ്ങൾക്ക് ആലോചിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ബേസിക്കലി ഏറ്റവും ഏർലി ആയിട്ട് നിങ്ങളത് ഫിനിഷ് ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മക്കൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ? ഒന്നിനെക്കുറിച്ച് ആലോചിച്ച് സ്ട്രെസ് ചെയ്യാണ്ട് നീറ്റ് എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുക. നീറ്റ് 2025ൻ്റെ പാറ്റേൺ ഓഫ് എക്സാം എന്താണ്? NT ആണ് കണ്ടക്ട് ചെയ്യുന്നത്, നമുക്കറിയാം. 720 മാർക്സിലാണ് എക്സാം നടത്തുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, നിങ്ങൾ +1 +2 പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഈ എക്സാമിലും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒബ്ജക്റ്റീവ് പേപ്പറാണ്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ല. +4 മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസർ ആൻഡ് -1 മാർക്ക് ഫോർ എവറി റോങ് ആൻസർ. അങ്ങനെ പാറ്റേൺ ഉണ്ട്. പിന്നെ മെയ് മാസത്തിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ബോർഡ്സ് കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ 12ലെ സിലബസ് ഇപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുണ്ട്, പക്ഷേ 11ലെ സിലബസ് നമുക്ക് അതിനുവേണ്ടി റിവൈസ് ചെയ്യണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അല്ലേ? അതായത് നീറ്റിൻ്റെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് എക്സാമുകൾ നമ്മൾ മാക്സിമം എഴുതണം. അപ്പോൾ നിങ്ങൾ മിസ്സേ ബോർഡിന് തന്നെ പഠിച്ച് തീർന്നിട്ടില്ല, പഠിച്ചിട്ടും തീരുന്നില്ല, കുറേ ഉണ്ട്, ആർക്കും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല, ഇത് രണ്ടും ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? മിസ് ഓൾറെഡി മക്കളോട് പറഞ്ഞില്ലേ, നിങ്ങൾ പുറമേ ഉള്ളവരെ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടി അല്ല നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. യു ഷുഡ് സ്കോർ ഫോർ യുവർ സെൽഫ്. അപ്പോൾ ബുദ്ധിപൂർവ്വം മക്കൾ ചിന്തിക്കുക. നിങ്ങളുടെ നല്ലൊരു കോളേജിലേക്ക് നിങ്ങൾക്കൊരു അഡ്മിഷൻ വാങ്ങി തരുന്നത്, നല്ലൊരു കരിയറിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഇതേപോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ ക്ലിയർ ചെയ്യുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ഫുൾ A+ മേടിച്ച് വെക്കുന്നതിലൂടെ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നീറ്റിനെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സിനും, അതായത് ഈ വർഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവും എന്നൊക്കെ പറയുന്നു, ഓക്കെ? അപ്പോൾ അതിനായിട്ട് എല്ലാ ഇൻഫർമേഷൻസും NTA ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് വരിക. സോ neet.nta.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഒന്ന് ട്രാക്ക് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ്, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉടനെ തന്നെ റിലീസ് ആവും. അപ്പോൾ മക്കൾ കറക്റ്റ് സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണം.
ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആകുമ്പോൾ മിസ് വന്നിട്ട് അപ്ഡേറ്റ് ഒക്കെ തരും. എന്നാലും കുറച്ച് ഡോക്യുമെന്റ്സ് റെഡിയാക്കി വെക്കണം. നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വേണം. അതൊക്കെ നമുക്ക് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ അത് വേണം. അതേപോലെ തന്നെ നിങ്ങളുടെ 10th മാർക്സ് കാർഡൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടതാണ് നിങ്ങളുടെ ക്ലാസ് PWD. നിങ്ങളൊരു ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ ആ ഡിഗ്രി ഓഫ് ഡിസബിലിറ്റി ഒക്കെ കാണിക്കുന്ന നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണം. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾ ഔട്ട് ഓഫ് കേരള NRI ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതൊക്കെ ആപ്ലിക്കൻസിന് അറിയാം നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. സോ please don't worry, please don't lose hope and please don't panic a lot. ഈ ആപ്ലിക്കേഷൻ്റെ സമയമൊക്കെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും മിസ് ഡീറ്റെയിൽ ആയിട്ട് വന്ന് പറഞ്ഞു തരും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ 11th പോർഷൻസും റിവൈസ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. മോക്ക് എക്സാമുകൾ എഴുതാതെ ഇരിക്കരുത്. മാക്സിമം ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, രണ്ടിനും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.